ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ്. കണ്ടോ, കമ്പോസ്റ്റ് അടിപൊളിയായിട്ട് കറുപ്പ് കളറിൽ അതിൻ്റെ ഇടയിലുള്ള ഓരോന്ന്. ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്കൊന്ന് നോക്കാം. അത് മണമില്ല, പുഴുവില്ല, ഒന്നുമില്ല. കണ്ടില്ലേ? ഇനി നമുക്കിതൊന്ന് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എൻ്റെ കമ്പോസ്റ്റ് കണ്ടല്ലോ, അതിനൊരു മണമില്ല, ഒരു പുഴുവില്ല. അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പലർക്കും ഭയങ്കര സംശയം, എൻ്റെ പുഴുണ്ട്, സ്മെല്ലുണ്ട്, എന്താ ചെയ്യേണ്ടത്, എപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കണോ, അങ്ങനെയൊക്കെ പല സംശയം. ഇപ്പം ഞാൻ ലൈവായിട്ട് എൻ്റെത് ഒന്നും കൂടി അങ്ങ് കാണിച്ചു തരാം കേട്ടോ. ഒന്നും കൂടി കാണിക്കുക. അതിന് ഫസ്റ്റിൽ വേണ്ട ഒരു സിമൻറ്റ് ചാക്ക. ഇതേതോ ഒരു ചാക്ക, സിമൻറ്റ് ചാക്കാണൊന്നും അറിയില്ല കേട്ടോ. ഒന്ന് അടി ഞാൻ ചുരുക്കിയിട്ടൊന്ന് കെട്ടുന്നുണ്ട്. അതെന്തിനറിയോ, നമുക്ക് ചാക്കട കുത്തനെ നിന്നിട്ടാണെങ്കിൽ അടി ഒരു പരപ്പ് വേണം. ഇത് നമ്മൾ നിറച്ച് കഴിഞ്ഞാൽ, കരിയിലൊക്കെ ഇട്ട് നിറച്ച് കഴിഞ്ഞാൽ കൂർപ്പുണ്ട് ഇങ്ങനെ വീണു ആ പരപ്പാണ് വേണ്ടത്. അപ്പം നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയാൽ മതി. ചുരുക്കിയിട്ട് കെട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് ഇതങ്ങ് മറിച്ചിടുക. ഇനി അഥവാ നമുക്ക് ഈ കമ്പോസ്റ്റിൽ തന്നെ നമുക്ക് എന്തെങ്കിലും നടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പരിപ്പ് നല്ല സൗകര്യമാണല്ലോ. ഇത് അത്രയും വലിയ ചാക്കൊന്നുമല്ല. ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ഞാൻ എല്ലാ ചെടിയും ഇട്ട് കൊടുക്കും. നല്ല അടിപൊളിയാണ്. കരിയില കിട്ടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. കുറേ സിറ്റി താമസിക്കുന്നവർക്ക് കിട്ടൂല. പ്ലാവ് വേണോ? അതാ ഏറ്റവും കരിയിലൻ്റെ മെയിൻ താരം. ഇതാ, ഇനി ഞാൻ എങ്ങനെയാണ് ആ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി അതുപോലെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നത്, ഞാൻ തോട്ടത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത്. തോട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ പാമ്പ് ഷൂ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യൊറ ഇട്ടിട്ടുണ്ട്. കയ്യൊറ പുതിയതാ. 1-2 കയ്യൊറ പോരട്ടോ. പണിയെടുക്കുമ്പോൾ നമുക്ക് പേടിയാണ്. അതുകൊണ്ട് ഒന്ന് കീറി. അപ്പോൾ രണ്ടാമത് വേറൊന്ന് വാങ്ങി. ഇത് കുറച്ചും കൂടി നല്ലതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല ഫിറ്റിൽ നിൽക്കുന്നുണ്ട്. കൈ ഇങ്ങനെയൊക്കെ പിടിക്കുക. എൻ്റെ ഡ്രസ്സിൻ്റെ കളർ അന്ന് പുതിയത്. അപ്പം ഞാൻ തുടങ്ങാം കേട്ടോ. സംസാരിക്കുവാൻ നീണ്ടുപോകുക എന്നുള്ള പരാതിയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തുടങ്ങാം. ഫസ്റ്റിൽ കരിയില. എൻ്റെ കൂടുതൽ പ്ലാവിൻ്റെ ഇലയാട്ടോ. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിലൊക്കെ മാറ്റണം. ഇതൊരു പവർഫുൾ കമ്പോസ്റ്റ്. നമ്മൾ മനസ്സ് വെച്ചാൽ മതി. നമുക്ക് എന്തെല്ലാം നടാൻ, വളമില്ലാത്തത് കൊണ്ട് കായ്ഫലമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. എൻ്റെ അടുത്ത് പിന്നെ ബോഗൺവില്ല തന്നെ കമ്പ് നിറഞ്ഞെടുക്കും പ്ലാസ്റ്റിക്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എൻ്റേത് കണ്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരാണ് കൂടുതലും ആൾക്കാർ. അവരോണ്ടാണ് പറയുന്നത്, പാമ്പിൻ്റെ സമയം അപ്പോൾ. ഇപ്പോൾ എവിടെ നോക്കിയാലും യൂട്യൂബ് തുറന്ന പാമ്പാണ്. അതുകൊണ്ട് പാമ്പ് എന്ന് പറഞ്ഞാൽ ഈ കരിയിലൻ്റെ കളറാണ്. അപ്പം അവർ ഇര തേടി വരുന്ന, അപ്പം ചൂട് കാലമായിട്ട് തണുപ്പ് ഗുഹേൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മാളത്തു നിന്ന് പുറത്തേക്ക് ചാടുക. എന്നിട്ട് നമ്മളെ കരിയിലേ വന്ന് കൂടുക. അപ്പോൾ അവിടെ നല്ല താപം, നല്ല സുഖമുള്ള കിടക്കാൻ അവർക്കിതിൽ. പിന്നെ നന്നായിട്ട് ഇത് തീറ്റ കിട്ടും. ഇതിൽ എലി വരും, ചെറിയ ചെറിയ ജീവികളൊക്കെ വരും. ഒക്കെ തിന്ന് സുഖമായിട്ട് കൂടി. നമ്മൾ അന്നേരം പോയിട്ട് കൈയോണ്ടങ്ങ് വാരിയാൽ നമ്മളെ കടിക്കും. പിന്നെ കരിയില കമ്പോസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഇതാ ഞാൻ ഇട്ട് കുറച്ച്. ഇനി അടുത്തത്, ഇത് വേഗം കമ്പോസ്റ്റ് ആക്കാൻ മാജിക്കാണ് മണ്ണ് കുറച്ചങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കൂടുതൽ മണ്ണൊന്നും വേണ്ട, കുറച്ച് മണ്ണ് മതി. മണ്ണിടട്ടെ കുറച്ച്. ഒന്ന് കമ്പോസ്റ്റ് ആക്കാൻ ഇതിൽ ധാരാളം സൂക്ഷ്മജീവികളുള്ളത് ഒരു മാജിക്കാണ് ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് ഇങ്ങോട്ട് കമ്പോസ്റ്റ് ആക്കിയിട്ട് കരിയിലനൊക്കെ നല്ല പവർഫുൾ വളമാക്കി മാറ്റി. വീണ്ടും കരിയില. കരിയിലാവുന്നത്ര കുത്തി അങ്ങ് നിറക്കുക. ഇതാ പച്ച ഇതൊക്കെ നിന്നോട്ടെ കേട്ടോ. ഇതൊക്കെ നല്ലതാ. ഇതാ ഇങ്ങനെ കുത്തി നിറക്കുക. നമ്മൾ ആരോഗ്യം വെച്ച് അങ്ങ് അമർത്തിവിടെ തന്നെ. ഒലക്കനോട് ഇങ്ങനെ കുത്തുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. കൈക്കോട്ട് കമഴ്ത്തി കുത്തിയാലും മതി. പിന്നെ എന്ന് പറഞ്ഞാൽ ദിവസേന കൊണ്ടുപോയി ഇട്ടിട്ട് കമ്പോസ്റ്റ് ആക്കുന്നവരും ഉണ്ട്. അവർക്ക് പിന്നെ കുറച്ച് ഇട്ടില്ലേ, ഇനി വീണ്ടും കുറച്ച് മണ്ണ്. ഇനി ഞാനിതിൽ
കുറച്ച് നനവ് വേണം, എന്നാലേ പെട്ടെന്ന് കമ്പോസ്റ്റ് ആവുള്ളൂ. അപ്പം അതിന് ഏറ്റവും നല്ലത് ചാണകവെള്ളം കലക്കി പുളിപ്പിച്ചത് ഒഴിക്കുന്നതാണ്. അത് നമ്മളടുത്തില്ലല്ലോ, അതുകൊണ്ടാണല്ലോ വളം ഉണ്ടാക്കാൻ പോകുന്നത് തന്നെ. അതിന് പകരമായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിക്കുക. കഞ്ഞിവെള്ളം പുളിപ്പിക്കുക 3 ദിവസം 4 ദിവസമൊക്കെ ആയ കഞ്ഞിവെള്ളം നല്ല പുളിച്ചിട്ടുണ്ടാവും. അതെടുത്ത് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അന്നേരം പെട്ടെന്ന് കമ്പോസ്റ്റ് ആവും. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കട്ടെ. കുറച്ച്, അധികമൊന്നും വേണ്ട, കുറച്ച് മതി. ഇതിവിടെ വെക്കട്ടെ. ഇനി നമുക്ക് കരിയില എന്ന് പറഞ്ഞാൽ വാഴേൻ്റെതാ. എല്ലാം ഇടാം, എല്ലാ സംഭവം ഇതിലിടാം. പച്ചപ്പുല്ല്, വെണ്ണീര്, പച്ചക്കറി മുറിച്ചിട്ടത് എല്ലാം ഇതിൽ കുത്തി നിറക്കാം. എന്നിട്ട് കുറച്ച് മണ്ണും കഞ്ഞിവെള്ളം പുളിപ്പിക്കുന്നു അതങ്ങ് ഇട്ടാലുണ്ടെന്നു. ഞാനിങ്ങനെ ലൈവായിട്ട് കാണിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എത്രയോ ആണ് ഇന്ന് കമൻറ്റ് വന്നാണ് 10 ചാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, എടുക്കാനായോ എന്നൊക്കെ ചോദിച്ചിട്ട്. എൻ്റെ ഇവിടെ നിറയെ കുഞ്ഞിത്തക്കാളി നിറഞ്ഞെടുക്കുക. വീണ്ടും ഇല്ല. ഇനി ഞാൻ അടുത്തത്, ഇപ്പം ചാക്ക് നല്ല പരന്ന് നിന്നില്ല അടിഭാഗം, ഇനി വീണു പോകുന്നുള്ള പേടി വേണ്ട. ഇനി അടുത്ത് കുറച്ചും കൂടെ മണ്ണിട്ടിട്ട് ഞാൻ എന്താ ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഇടയ്ക്കൊന്ന് കാണിച്ചു തരാം. അടുത്തത് ചീമക്കൊന്ന. ഈ ചീമക്കൊന്ന പറഞ്ഞാൽ ചാണകത്തിനേക്കാൾ പവറുള്ളതാ, നല്ല നൈട്രജനുമാണ്. ഇടയ്ക്കൊക്കെ പച്ചിലയും പുല്ലും എല്ലാം ഇടണോ. നമ്മൾ ദിവസവും അടിച്ചു വാരുക. മുറ്റത്ത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് ഇതിലിടാം കേട്ടോ. ഇതൊക്കെ നമുക്ക് വളത്തിൻ്റെ പവർ കൂടിയുള്ളൂ. അതിട്ടതിന് ശേഷം എല്ലാം ഞാൻ കുറച്ച് മണ്ണിടും കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ച് മണ്ണിടും. ഇന്ന് ഒറ്റയടിക്കങ്ങ് ചാക്ക് നിറക്കുക, അല്ലെങ്കിൽ ദിവസേന അടിച്ചു വാരി കൊണ്ടുപോയിടുമ്പോൾ 1 ആഴ്ച 2 ആഴ്ച ഒക്കെ ആവും അറിയാം. അതിപ്പോൾ അങ്ങ് കാണാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം കുണ്ടച്ച് നിറക്കുന്ന. ഇനി അടുത്ത് എന്താ ഇടുന്നതെന്നറിയോ? അടുക്കള വേസ്റ്റ്. അത് ഞാൻ കാണിച്ചു തരാം. ഇതെൻ്റെ അടുക്കള വേസ്റ്റ് ഞാൻ എടുത്തു വെച്ച കവർ ദിവസം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഞാൻ ഓരോ ചെടിക്ക് ഇട്ട് കൊടുക്കല. ഇതെൻ്റെ കാബേജ് മുറിച്ചിട്ടതിൻ്റെ, ഞാൻ തന്നെ നട്ട കാബേജ് ആയതുകൊണ്ട് മേൽഭാഗമൊക്കെ അങ്ങ് പൊളിച്ച് മാറ്റല. അതൊക്കെ നല്ല വളമാവും. പഴം, മുട്ടത്തോടൊക്കെ നല്ല കേട്ടോ. പഴമൊക്കെ പഴുത്തതൊക്കെ നല്ല കാൽസ്യം പൊട്ടാസ്യമൊക്കെ നിറഞ്ഞതാ. മുട്ടത്തോടൊന്ന് പൊടിച്ചിടുക, അങ്ങനെ പൊടിച്ചത്. പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ. നമ്മൾ ഇതിലിടുമ്പോൾ അടുക്കള വേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് പച്ചക്കറി മുറിച്ചിട്ട വേസ്റ്റാട്ടോ. അല്ല, വേസ്റ്റ് തെറ്റിപ്പോകുന്നു. നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഇല്ലേ, വറവിട്ടത്, പിന്നെ എണ്ണക്കടി, അങ്ങനത്തെ കോഴി പൊരിച്ചത്, മീൻ അതിൻ്റെ ഒക്കെ അതെങ്ങാനും നിങ്ങൾ ചോറ് അതെങ്ങാനും ഇതിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മോ, നമ്മളങ്ങ് പോവും. 2-ാം ദിവസം നമ്മൾ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ആയിരിക്കും എലി വന്നിട്ട് കടിച്ച് പറിച്ച് വലിച്ച് കീറി മൊത്തം പരതിയിട്ടുണ്ടാവും. കണ്ടാൽ നമുക്ക് സങ്കടമാവും. കാരണം അവരെങ്ങനെയെങ്കിലും സ്മെല്ല് പിടിച്ചിരിക്കും. അപ്പം എവിടെയെങ്കിലും ഒന്നും കുടുങ്ങിയാൽ മതി, അപ്പം ഇത് മൊത്തം കീറി തരിക. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ നോക്കുക. അതൊന്നും ഇടാണ്ട് നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഫുഡ് വേസ്റ്റ് ഇടാണ്ടെന്നാൽ മതി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നും എലിയില്ലാന്ന്. അപ്പോൾ നമ്മളങ്ങ് പോയി കഴിഞ്ഞിട്ട് രാത്രി എവിടുന്നോ ഒരു എലി വന്ന് മണം പിടിച്ചിട്ട് വരും. ബാക്കി എലീൻ്റെ കുടുംബക്കാരെ മൊത്തം കൊണ്ട് വിളിക്കും. എന്നിട്ട് ഇത് കീറി പറഞ്ഞ് നമുക്ക് വേസ്റ്റും കിട്ടൂല, തോട്ടം നിറയും, എലി നിറയൂ. നമുക്ക് നല്ലത് ചിന്തിച്ച് ചെയ്യണത് കേടായിപ്പോ. അതുകൊണ്ട് ആരും ഫുഡ് വേസ്റ്റ് ഇടരുതേ. ഇനി നമുക്ക് നിറക്കാൻ ഞാൻ ഫുഡ് വേസ്റ്റ് ഇടുന്നതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അതിന് ബുദ്ധിമുട്ട്. ഞാനെങ്ങനെ കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കും. പിന്നെ ദിവസേന മുറ്റടിച്ച് വാരുന്നതും പിന്നെ അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഇടും. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ
കരിയില കമ്പോസ്റ്റാ. ഇങ്ങനെ ഇതങ്ങോട്ട് വെച്ചാൽ ഒരു 3 മാസം എല്ലാവരും ഫുള്ള് വീഡിയോ കാണൂല. എന്നിട്ട് ചോദിക്കൂ എത്ര മാസമാകുമ്പോഴാവുക, പുഴു വരുമോ, പിന്നെ എങ്ങനെയാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുക, എന്തൊക്കെ ഇടുക, ഒക്കെ സംശയമാണ്. ഇതിൻ്റെ ഫുള്ള് കാണാണ്ട് ഇതാ ഇത്രയായില്ലേ, കുത്തി നിറയ്ക്കുക. മാക്സിമം കുത്തി നിറച്ചാലേ ഇനി ഇത് കുറച്ച് ഇരിക്കും. നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഞങ്ങൾ ഒഴിക്കുന്നുണ്ടല്ലോ, അപ്പം കുറച്ച് ഇരുന്നാൽ വീണ്ടും നമ്മളിങ്ങനെ കൊണ്ടുപോയി ഇട്ടാൽ മതി. ഇനി ലാസ്റ്റ് കുറച്ചും കൂടെ മണ്ണിടട്ടെ കേട്ടോ. വേഗം ഇത്രേ ഇതിൽ ഇത്രേ ഇടുള്ളൂ, ഇത്രേ കൊള്ളൂ. ഇനി വരുമ്പോൾ നമുക്കിടാം കുറച്ച് കഞ്ഞിവെള്ളത്തിന് ഡിമാൻഡായപ്പോൾ ബാക്കിയുള്ള കമ്പോസ്റ്റിനൊക്കെ ഇടണം. ഇനി നമ്മൾ ഇങ്ങനെ കെട്ടി വയ്ക്കുക. പിന്നെ എല്ലാവരും സംശയമാണ് ഇത് വെയിലത്ത് വെക്കാൻ പറ്റുമോ, പിന്നെ മഴയത്ത് പറ്റുമോ ഒക്കെ സംശയം എന്നോട് ചോദിക്കുന്ന കേട്ടോ. എൻ്റെത് വെയിലും കൊള്ളും മഴയും കൊള്ളും എല്ലാം കൊള്ളും. നല്ല പവർഫുൾ കരിയില കമ്പോസ്റ്റ് എനിക്ക് ഉണ്ടായും കിട്ടിയിട്ടുണ്ട്. പിന്നെ കരിയില കമ്പോസ്റ്റ് മാത്രമല്ല കേട്ടോ, പിന്നെ നമുക്ക് വാഴത്തട കമ്പോസ്റ്റ് ഉണ്ടാക്കാം, പിന്നെ ചക്കമടൽ കമ്പോസ്റ്റ് ഉണ്ടാക്കാം, അതെല്ലാം ഉണ്ടാക്കാം. ഒക്കെ സൂപ്പറാണ്. ഇനി അതൊന്ന് കെട്ടട്ടെ, കെട്ടി കാണിച്ചു തരാം. ഒരറ്റം കെട്ടി മറ്റേ അറ്റം കെട്ടാം. കുറച്ച് ഹോൾസ് നിന്നോട്ടെ. എന്താ അറിയുക, നമുക്ക് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണമല്ലോ. ഞാൻ എല്ലാം നിങ്ങളെ കാണിക്കുന്ന കെട്ടുന്നതും ഇടുന്നതും എന്തൊക്കെ ഇടാൻ പറ്റാത്തുണ്ട്, എന്തൊക്കെ ശ്രദ്ധിക്കണം, എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചിട്ടോ. പാമ്പിൻ്റെ സീസണാണിപ്പോൾ, ഓരോ സമയത്ത് ഓരോന്നാ. അതുകൊണ്ട് അതിനു വേണ്ടി മുൻകരുതലും ഞാൻ പറഞ്ഞു തന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ വാരാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ 2 ഭാഗവും കെട്ടി. ഇനി ഇവിടെ കുറച്ച് ഹോൾസൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനി സമയത്ത് ഇടയ്ക്ക് പോയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ അങ്ങനെ ഒഴിക്കുക. കുറച്ച് ഒഴിച്ചാൽ ഞങ്ങൾ ഇറങ്ങിക്കോളും. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ചെയ്തല്ലോ. ഇനി ഒരു കാര്യം ബാക്കിയുണ്ട്. എന്ത് അറിയോ, ഹോൾസ് ഇടുക. ഈ ഹോൾസ് അങ്ങ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൽ വരുന്ന വേണ്ടാത്ത ചീത്ത ലിക്വിഡൊക്കെ ഇതാ ഒക്കെ അതിലങ്ങ് ഒലിച്ച് പോയിക്കോളൂ. അതെല്ലാം അങ്ങ് ഒലിച്ച് പോവും. ഇത് ഉണങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യും. ഉണങ്ങിയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ആ ഒരു ഹോൾസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ പുഴു വരാത്തത്. ആ പുഴു വരില്ല. ഹോൾസിൽ നനവും ഇങ്ങനെ എല്ലാം വെള്ളമൊക്കെ വാർന്നു പോയാൽ സ്മെല്ലും ഉണ്ടാവില്ല. അപ്പോൾ സ്മെല്ലില്ലാണ്ടാക്കാനും പിന്നെ പുഴു ഇല്ലാണ്ടാക്കാനും ഏറ്റവും ബെറ്ററാണ് ഇങ്ങനെ ഹോൾസ് കൊടുക്കുക കേട്ടോ. എന്നോട് ഹോൾസ് കൊടുക്കലുണ്ടോ കൊടുക്കണോ എന്നൊക്കെ എത്ര മാസമാവും. ഇതൊരു 3 മാസമായി കഴിഞ്ഞാൽ നല്ലൊരു കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും. ഞാൻ എൻ്റെ കമ്പോസ്റ്റുകളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അതിൻ്റെ രൂപങ്ങളൊക്കെ കാണിച്ചു തരാം, അതിൻ്റെ കളറ് കാണിച്ചു തരാം, അതുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെടികളും കാണിച്ചു തരാം കേട്ടോ. അപ്പം കരിയില കമ്പോസ്റ്റിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? 3 മാസം ഹോൾസ് ഇടണോ, ഫുഡ് വേസ്റ്റ് ഇടരുത്, മഴയും കൊള്ളാം വെയിലും കൊള്ളാം, അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. കാരണം അതൊക്കെ ഭയങ്കര സംശയം എൻ്റെ പ്രിയപ്പെട്ടവർക്ക്. എല്ലാവരും കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നവരുവാ. പറഞ്ഞ് വീണ്ടും പറയുമ്പോൾ അവർ പറയും നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് പൊളിച്ച് കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു കരിയില കമ്പോസ്റ്റ് നിറച്ചത് 3 മാസമൊക്കെ കഴിഞ്ഞത് കേട്ടോ. ഇതാ ഇതിൻ്റെ കളറ് നോക്ക്, ആയത് ഇതിൻ്റെ കളറ് നോക്ക്, ചാണകം വരെ തോറ്റു. ഇതാ കണ്ടോ, ഒക്കെ പൊടിഞ്ഞ് പോയിട്ടുണ്ട്. പുഴുവില്ല, മണമില്ല, ഒന്നുമില്ല. ഇതാ ഇതിൻ്റെ കളറൊക്കെ ചാക്കൊക്കെ കീറാനായി. അവിടെയും ഇവിടെ കൊള്ളുമ്പോൾ കീറുന്നുണ്ട്. ഒക്കെ 3 മാസം കഴിഞ്ഞിട്ടാണ്. ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ്. കണ്ടില്ലേ? എന്നാലും കുടുങ്ങൂട്ടോ കല്ലൊക്കെ. അതെങ്ങനെ നമുക്ക് തിരിയാത്ത? എങ്ങനെയുണ്ട് എൻ്റെ കരിയില കമ്പോസ്റ്റ്? കണ്ടില്ലേ? ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റിൻ്റെ കളറ് നോക്ക്. കളറ് ഇതങ്ങ് ഇട്ടാലുണ്ടല്ലോ, ഇത് പവർഫുള്ളാണ്, നല്ല സോഫ്റ്റുമാണ്. കണ്ടില്ലേ? ഇനി സംശയം ഉണ്ട് ആർക്കെങ്കിലും? ഇതാണ് കരിയില കമ്പോസ്റ്റ്. ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്താക്കുമെന്നറിയോ? ഒന്നിങ്ങനെ ഇതിൽ ഇനി ഒന്നും ഇട്ട് കൊടുക്കുകയൊന്നുമില്ല. ഇത് കഴിഞ്ഞതാ, സമയം കഴിഞ്ഞതാ. ഇത് നമ്മൾ എടുക്കുക. എനിക്കിങ്ങനെ വേണമല്ലോ, ഓരോന്ന് നടുകയല്ലേ.
കെട്ടി വെക്കും. ഇതാണ് എൻ്റെ കരിയില കമ്പോസ്റ്റ്. ഇതൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ തൊടാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊക്കെ ഇതിൻ്റെ മുമ്പ് ഇട്ട് ഉഷാറായതാണ്. കരിയില കമ്പോസ്റ്റിൽ ഇട്ടിട്ട് ഇതാ കണ്ടോ മുളച്ച് വരുന്ന് വേറെന്തോ ഒരു തൈ. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. അടുക്കളയുള്ള പച്ചക്കറി വേസ്റ്റ് ഇതിലിടുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്നറിയോ, എല്ലാ തൈയും കിട്ടും. പച്ചമുളക്, വെണ്ട, കയ്പ, പടവലം, കുമ്പളം, എല്ലാത്തിനും തൈയും കിട്ടും. ഇതങ്ങനത്തെ ഒരു തൈ, ഇത് കുമ്പളാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഇട്ടിട്ട് ഉഷാറായിട്ട് ചെറിയ തയ്യാണ്. നോക്കി എന്നിട്ട് ഇതിൻ്റെ വണ്ണം നോക്ക്, മുളകിൻ്റെ അടിപൊളി. അവിടെയൊക്കെ ദണ്ടാണ് കണ്ടോ, ഇത് അത്രയ്ക്കും പവർഫുള്ളാണ്. നമ്മൾ ഇങ്ങനെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ എന്താണെന്നറിയോ? പൈസ കൊടുത്ത് വളം വാങ്ങണ്ട, വീടും പരിസരവും ക്ലീൻ, അടുക്കള ക്ലീൻ, പുല്ല് പറിച്ചിടും, മുറ്റടിച്ച് വാരിയിടും, തോട്ടം മൊത്തം അടിച്ച് വാരി വൃത്തി. അപ്പോൾ ഇതിൽ നിന്ന് വളവും ശുചീകരണവും എല്ലാം കിട്ടും. വീട്ടുകാരോണ്ട് വളം വാങ്ങിത്തരി എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാക്കിയും വേണ്ട, ചില്ലി കാശ് മുടക്കില്ലല്ലോ ഇതിന്, ഈ പവർഫുൾ വളത്തിന്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയതാണ്. നോക്കി, ഇതൊക്കെ ഞാൻ വിളവെടുക്കിയിട്ടതാ കണ്ടോ. എന്താ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടായണ്ടോ. ഇതൊക്കെ മുളക, ഇതങ്ങ് വാരി കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കിയ കണ്ടല്ലോ. അപ്പോൾ എല്ലാം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മൊത്തം ആ വീഡിയോയിലുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ. പിന്നെ അതിട്ടുണ്ടാക്കിയ എൻ്റെ പച്ചക്കറി ഞാൻ കാണിച്ചു തന്നില്ല, വളം കാണിച്ചു തന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.